നമസ്കാരം. ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ. ഇന്ന് വളരെ സങ്കടപ്പെടുന്നൊരു വാർത്തയാണ് നമ്മൾ കേരള ജനത കേട്ടത്. മറ്റൊന്നുമല്ല, അന്ന എന്ന് പറയുന്നൊരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ആ കുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ കുട്ടിയുടെ മേൽ അധികമായി അടിച്ചേൽപ്പിച്ച ജോലി ഭാരം, ഓവർ പ്രഷർ, ഓവർ ടൈം ജോലി എടുക്കേണ്ട അവസ്ഥ, മാനസികവും ശാരീരികവുമായി ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ഓവർ പ്രഷർ നൽകി പീഡിപ്പിക്കണമായിരുന്നു. അതുമൂലമാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയണം. എന്താ കാര്യം എന്നറിയുമോ? ചില സ്ഥാപനങ്ങളിലെ അഹങ്കാരികളും അഹന്ത നിറഞ്ഞതുമായ മാനേജർമാരുടെ മനസ്സാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണ് ഇതൊക്കെ. അവരെ സംബന്ധിച്ച് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് കൊടുക്കുന്ന വില പോലെ അവർ കൊടുക്കാറില്ല. അവർ കീഴെയുള്ള ആൾക്കാരെ മാനസികമായി പ്രഷർ ചെയ്ത്, ഓവർ പ്രഷർ ചെയ്ത് ജോലി എടുപ്പിച്ച് വലിയ റിസൾട്ട് ഉണ്ടാക്കി അവരുടെ മേലധികാരികളിലേക്ക് അത് അയച്ചു കൊടുത്ത് ഇവർ മാന്യന്മാരാകുന്നു, പ്രമോഷൻ മേടിക്കുന്നു, വലിയ ഇൻസെൻറ്റീവുകൾ മേടിക്കുന്നു. അങ്ങനെ അവർ ആഘോഷിച്ച് ജീവിക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞ ദിവസം ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്നപ്പോൾ അവിടെ ഒരു ചേച്ചി വന്നേക്കണേ. എന്താ കാര്യം എന്നറിയാമോ? അവർ വന്നിട്ട് ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നിട്ട് ചോദിക്കണേ, സ്റ്റിക്കർ പതിപ്പിച്ച ആപ്പിൾ ഉണ്ടാകുന്നു. അപ്പോൾ അയാളോട് സ്റ്റിക്കർ പതിപ്പിച്ചില്ലേ ചേച്ചി, ഇവിടെ ആപ്പിൾ ഉണ്ട്, ആപ്പിൾ തരാമെന്ന് പറഞ്ഞു. ഇല്ല പിന്നെ സ്റ്റിക്കർ പതിപ്പിച്ചത് തന്നെ വേണം. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ബ്രാഞ്ചിൽ സ്ഥാപനം ഏതാണെന്ന് ഞാൻ പറയണല്ലോ കേട്ടോ, ഒരു ജനറൽ മാനേജർ തന്നെയാണ് വിസിറ്റിന്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ബദാം, പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ മേടിച്ച് വെച്ചേക്കണം. ഫ്രൂട്ട്സ് ആപ്പിൾ പ്രധാനമാണ്. ഏതെങ്കിലും ആപ്പിളായ പോരാ, സ്റ്റിക്കർ ഒട്ടിച്ച ആപ്പിൾ തന്നെ വേണം. അപ്പോൾ ഇതൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞവരുടെ കണ്ണ് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞവർ. അപ്പോൾ ഈ മാനേജറുടെയൊക്കെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവനൊക്കെ എങ്ങനെയാണ് മാനേജറായത്? ഇത് ഒരു സ്ഥാപനത്തിലല്ല, പല സ്ഥാപനങ്ങളിലും പല ആളുകളും അനുഭവിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറേ നാൾ മുൻപ് ഒരു ബാങ്കിലെ മാനേജർ ആത്മഹത്യ ചെയ്ത്. എന്താണ്? അതും ഇതുപോലെ തന്നെ അമിതമായ ജോലിഭാരം അടിപ്പേൽപ്പിച്ച് അവരുടെ മുകളിലുള്ള ഓഫീസർ ഓവർ പ്രഷർ നൽകി. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. മാനസികമായ ഒരു വേറെ അവസ്ഥയിലായിപ്പോയി. സ്വയം ജീവൻ നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തി. നമ്മളിതിന്ന് പല കാര്യങ്ങൾ തിരിച്ചറിയണം. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ, അവിടെ ഇതുപോലെ തന്നെ ഞാൻ ഒരു 10 ദിവസം ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ക്യാൻസർ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു 10 ദിവസം. ഞാൻ ഓഫീസിൽ ഇൻഫോം ചെയ്തിരുന്നു. അങ്ങനെ ലീവ് കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ MD അദ്ദേഹം ഒരു വെള്ള പേപ്പർ എടുത്ത് എനിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞ്, തോമസ് ഇതിനകത്തൊരു എഴുത്തെഴുതി തന്നെ. എന്താണ് എഴുതേണ്ടതെന്ന് അറിയാമോ? ഞാൻ എൻ്റെ തെറ്റ് കൊണ്ടാണ് ലീവ് എടുത്തതെന്ന്. അപ്പോൾ ഞാൻ ആ പേപ്പറും കാർഡ് മേടിച്ചിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എൻ്റെ അപ്പച്ചനെ നോക്കിയത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല, അങ്ങനെ എൻ്റെ തെറ്റ് കൊണ്ടാണ് ലീവ് എടുത്തതെന്നും പറഞ്ഞ് അങ്ങനെ എഴുതി തന്നിട്ട് എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പേപ്പർ ചുരുട്ടി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തേക്ക് ഒറ്റ ഇറങ്ങാണ്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് 10 മിനിറ്റ് ആ ക്യാബിനറ്റ് ഞാൻ അങ്ങോട്ട് പൊരിച്ച്, തെറിയൊന്നും പറയുന്നില്ല, മാന്യമായ രീതിയിൽ. അവിടുത്തെ സ്റ്റാഫ് കേട്ട് നിൽക്കുകയല്ല തന്നെ. ഇയാൾക്ക് എൻ്റെ വാക്കുകൾക്ക് മറുപടി പറയാനില്ലാണ്ട് അയാളെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞ്. അയാളുടെ പുറകെ ഞാനും ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി. അന്ന് എനിക്ക് 21 വയസ്സ്, ഇന്ന് എനിക്ക് 52 വയസ്സ്. ഞാനിതും ജീവിച്ചിരിക്കണല്ലേ. നമ്മൾ ഇതുപോലത്തെ മാനേജർമാരുടെ മുമ്പിൽ അടിമകളായിട്ട് നിൽക്കരുത്. തല കുമ്പിട്ട് നിൽക്കാൻ പാടില്ല. ഇറങ്ങിപ്പോകാൻ പറയേണ്ടത് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറ, എൻ്റെ ലൈഫിൽ ഇന്നതായിരുന്നു കാര്യം, ഇന്നയാൾ എന്നെ ഇന്ന രീതിയിൽ മാനസികമായി പീഡിപ്പിച്ചു. നിങ്ങളുടെ കൂടെ ആളുണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ 100 പേര് ജോലി തരാൻ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ധീരമായിട്ട് ഇറങ്ങി പോവാ. ധീരമായിട്ട് ചെയ്യാനുള്ള ജോലി നിങ്ങൾക്ക് ഇവിടെ തരാൻ ആൾക്കാരുണ്ടാവും. ഒരു കാക്കയ്ക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ കാക്കകൾ ഒരുമിച്ച് കൂടാറില്ലേ? അതാണ് യൂണിറ്റി. ഇവിടെ ഉണ്ട്, പക്ഷെ ആരും അറിയണില്ല. എല്ലാവരും അറിയിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ അഹങ്കാരികളുടെ അഹന്തയൊക്കെ അപ്പോൾ കുറയും. ഇത് പല സ്ഥാപനങ്ങളിലും ഉണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ അടിച്ചമർത്തി ജീവിക്കുന്നവർ. അവരുടെയൊക്കെ വീട്ടിലുള്ളത് പട്ടിയുടെ വില പോലും കൊടുക്കാറില്ല പല സ്ഥാപനങ്ങളിലും അവരുടെ കീഴിലുള്ള ജോലിക്കാർക്ക്. ഇന്ന് അങ്ങനെ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഞാൻ എന്ത് പറയാനാണ്? ആ കൊച്ചിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇനി ഇതുപോലെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണേ.